ജോമോൾ ജോസഫ് വരാപ്പുഴ അതിരൂപതയിലെ 8 ഏക്കർ സെൻറ് ജൂഡ് ഇടവകയിൽ കോരമംഗലത്ത് വീട്ടിൽ ജോസഫ് സിവറിൻ്റെയും മേരി ജോസഫിൻ്റെയും 3 പെൺമക്കളിൽ ഏറ്റവും ഇളയതായി 1988 നവംബർ 22 ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. തൻ്റെ 23-ാമത്തെ വയസ്സിൽ കൃപാസനത്തിൽ കൂടിയ മരിയൻ തപസ്സിൽ വെച്ചാണ് ഒരു മരിയൻ മിഷണറിയായി സ്വജീവിതം സമർപ്പിക്കുന്നതിനുള്ള ആന്തരിക പ്രചോദനം ജോമോൾക്ക് ലഭിക്കുന്നത്. തുടർന്ന് കൃപാസനം സ്ഥാപക ഡയറക്ടർ VP ജോസഫ് വലിയവീട്ടിലച്ചൻ്റെ ആത്മീയ ശിക്ഷണത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനാ ടീം അംഗമായും സാമൂഹ്യ മാധ്യമങ്ങളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും ചുമതലയുള്ള സെക്രട്ടറിയായും മരിയൻ ഉടമ്പടി ധ്യാനങ്ങളുടെ സഹശുശ്രൂഷകയായും സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഇക്കാലയളവിൽ തന്നെ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBA പഠനം പൂർത്തിയാക്കുകയും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സോഷ്യോളജിയിൽ MAയും ഇഗ്നോവിൽ നിന്ന് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ PG ഡിപ്ലോമയും നേടി. തുടർന്ന് 2024 കളമശ്ശേരി ജ്യോതിർഭവനിൽ നിന്ന് BTH പഠനം പൂർത്തിയാക്കിയ ജോമോൾ ഇപ്പോൾ ആലുവ പൊന്തഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിബ്ലിക്കൽ തിയോളജിയിൽ ബിരുദാനന്തര ബിരുദ പഠനം നടത്തുന്നു. 2021 ജോമോളെ കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രേക്ഷിതയായി സമർപ്പിത ജീവിതത്തിലേക്ക് നയിക്കണമെന്ന് താൽപ്പര്യപ്പെട്ടുകൊണ്ട് കൃപാസനം സ്ഥാപക ഡയറക്ടർ VP ജോസഫ് അച്ഛൻ അഭിമന്യ പിതാവിന് ആദ്യത്തെ അപേക്ഷ സമർപ്പിച്ചു. 2025 ജോമോൾ വീണ്ടും അപേക്ഷ സമർപ്പിക്കുകയും അതിൻ്റെ പരിശോധനകൾക്കും വിലയിരുത്തലുകൾക്കും ശേഷം അഭിമന്യ പിതാവ് കനോഷ്യൻ സന്യാസിനി സഭയുടെ സുപ്പീരിയർ മദർ ജനറലായിരുന്ന വെരി റവറൻഡ് സിസ്റ്റർ മാർഗരറ്റ് പീറ്ററിനെ ജോമോളുടെ പരിശീലകയായി നിയമിച്ചു. ജോമോളെ കോൺസെക്രേറ്റഡ് വെർജിനായി അവരോധിക്കുന്ന കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആദ്യം മാർഗദർശകനും ആത്മീയ പിതാവുമായ VP ജോസഫ് വലിയവീട്ടിലച്ചൻ അർത്ഥനയുടെ മാമോദീസ പേര് ചൊല്ലി വിളിച്ച് കാർമികൻ്റെ മുന്നിലേക്ക് നയിക്കുന്നു. വിവേകമതിയായ കന്യകയെപ്പോലെ കത്തിച്ച ദീപവുമായി മുന്നോട്ട് വരുന്ന അർത്ഥനയെ അഭിമന്യ പിതാവ് സസ്നേഹം സ്വാഗതം ചെയ്യുകയും സുവിശേഷ ഉപദേശം നൽകുകയും ചെയ്യുന്നു. തുടർന്ന് അർത്ഥനയുടെ സന്നദ്ധത പരിശോധിച്ച് ഉറപ്പാക്കിയതിനു ശേഷം സർവ്വവിശുദ്ധരുടെയും മാധ്യസ്ഥം തേടി സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നീട് അർത്ഥനി പിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ കൂപ്പുകരം നൽകിക്കൊണ്ട് സന്നദ്ധത സ്ഥിരീകരിക്കുന്നു. കാർമികൻ പ്രതിഷ്ഠാപന പ്രാർത്ഥന ചൊല്ലുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന വിശ്വസ്ത ബന്ധത്തിൻ്റെ അടയാളമായി ശിരോവസ്ത്രവും മോതിരവും അഭിമന്യ പിതാവ് നൽകുന്നു. സർവ്വലോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ പിതാവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നതിന് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനാ പുസ്തകം ലിറ്റർജി ഓഫ് അവേഴ്സ് പിതാവ് കൈമാറുന്നു. കാഴ്ച സമർപ്പണത്തോടെ ദിവ്യബലിയുടെ അപ്പം മുറിക്കൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. Be wise, make ready your lamps. Behold, the bridegroom comes. Go out to meet him. Come, listen to me, my child. I will teach you reverence for the Lord. Now with all my heart I follow you. I revere you and seek your presence. Lord, fulfill my heart. Show me your loving kindness, the greatness of your mercy. ഏറ്റവും വാത്സല്യമുള്ള ജോമോൾ, അഭിമന്യ മോൺസിഞ്ഞർ ജോയി, കൃപാസനത്തിൻ്റെ ഡയറക്ടർ പ്രിയപ്പെട്ട VP ജോസഫ് അച്ഛൻ, വൈദിക സഹോദരങ്ങളെ, ജോമോളെ ഈ സമർപ്പണത്തിലേക്ക് വഴി നടത്തുകയും കൈപിടിച്ച് പരിശീലിപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സിസ്റ്റർ മാർഗരറ്റ്, സിസ്റ്റേഴ്സ്, പ്രിയ ജോമോളിൻ്റെ കുടുംബാംഗങ്ങളെ, വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ,
രൂപതയുടെ ചരിത്രത്തിൽ ഒരു സംഭവമായി മാറുകയാണ്. ഇന്ന് സമ്പൂർണ്ണ കന്യാത്വത്തിലേക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്ന ജോമോളുടെ ഈ സമർപ്പണം സഭയിൽ അതിൻ്റെ പാരമ്പര്യം രക്തസാക്ഷികളിൽ തുടങ്ങുന്നതാണ്. നമ്മുടെ ഒന്നാമത്തെ യൂക്രിസ്റ്റി പ്രയറിൽ പേരെടുത്ത് പറയുന്ന രക്തസാക്ഷികളായ വിശുദ്ധ ആഗത്ത, വിശുദ്ധ ആഗ്നസ്, ലൂസി, അങ്ങനെ തുടങ്ങുന്ന ആദിമ നൂറ്റാണ്ടുകളിലെ വിവാഹം വേണ്ടെന്ന് വെച്ച് കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം പൊലിയവരും പിന്നീട് സഭ സ്വാതന്ത്ര്യത്തോടുകൂടെ ശുശ്രൂഷയും സേവനം ചെയ്യുന്ന കാലയളവിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ തങ്ങളെ തന്നെ സമർപ്പിച്ചു പോരുന്ന അനേകം ലോകത്തിൽ ജീവിച്ചുകൊണ്ട് മറ്റൊരു സന്യാസ അംഗങ്ങളുടെ ഭവനത്തിൽ ചേരാതെ സ്വയം സമർപ്പിക്കുന്നവരുടെ ആ ഒരു പട്ടിക നമുക്കുണ്ട്. വിശുദ്ധ അംബ്രോസിൻ്റെ സഹോദരി മർസലീന അങ്ങനെ ക്രിസ്തബ്ദം 350 ശേഷം സഭയിലിങ്ങനെ സമ്പൂർണ്ണ കന്യാത്വം സമർപ്പണിച്ച് ജീവിച്ചവളാണ്. എന്നാലും കാലഘട്ടത്തിൽ ഇത് വളർന്നപ്പോൾ കന്യാത്വം പാലിക്കുന്നവർ സമൂഹമായി രൂപപ്പെട്ടു വന്ന് സന്യാസ സഭകൾ രൂപപ്പെട്ടു വന്നപ്പോൾ ഇങ്ങനെ കുടുംബത്തിലോ ഒറ്റക്കൊക്കെ ജീവിച്ചുകൊണ്ട് എന്നാൽ സമ്പൂർണ്ണ കന്യാത്വം ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുന്നവരുടെ ആ ഒരു പാരമ്പര്യമൊക്കെ വളരെ മങ്ങിപ്പോയി. അത് സഭയിൽ പിന്നീട് പുനഃസ്ഥാപിക്കപ്പെടുന്നത്, സജീവമാക്കപ്പെടുന്നതും വത്തിക്കാൻ സുനദോസിനോടുകൂടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിയ പശ്ചാത്തലമായിട്ട് സഭയിൽ ഓർത്തോ വിർജിനും കന്യകളുടെ സഭ അല്ലെങ്കിൽ കന്യകളുടെ ഒരു ക്രമം എന്ന പേരിൽ സഭ അത് വീണ്ടും ആദിമ ക്രൈസ്തവ സഭയുടെ പാരമ്പര്യം വീണ്ടെടുക്കുകയായിരുന്നു. അങ്ങനെയുള്ളതിൽ ഒരു രൂപതയിൽ രൂപതാധ്യക്ഷൻ്റെ കീഴിൽ ഇങ്ങനെ സ്വയം കന്യാത്വം എന്നത്തേക്കുമായിട്ട് സമർപ്പിച്ചു വരുന്ന വ്യക്തികളുടെ സമർപ്പണവും സഭ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ രൂപതയിൽ അത് ഇന്ന് ആദ്യമായിട്ട് സംഭവിക്കുകയാണ്. എന്താണ് നമ്മുടെ സന്യാസിനികളും ജോമോൾ നടത്തുന്ന ഈ സമർപ്പണം തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ എല്ലാ സന്യാസിനികളും എല്ലാ സന്യസ്തരും കർത്താവിന് വേണ്ടി ബ്രഹ്മചര്യത്തിലൂടെ സ്വയം സമർപ്പിച്ചിട്ടുള്ളവരാണ്. എന്നാൽ എല്ലാവരും പ്രതിഷ്ഠിക്കപ്പെട്ടവരല്ല. ഈ പ്രതിഷ്ഠാപന പ്രാർത്ഥന സഭയുടെ നാമത്തിൽ ക്രിസ്തു നിന്നെ മണവാട്ടിയായി സ്വീകരിക്കുന്നു എന്നുള്ള ഈ മറുപടിയും കൂടി ഉൾപ്പെടുന്നത് കൊണ്ടാണ് ഇത് മറ്റു സന്യാസ സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്. നമ്മുടെ ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റുകളിലൊക്കെ കഴിയുന്ന സന്യാസിനികളാണ് മറ്റൊരു വിധത്തിൽ ഈ കോൺസെക്രേഷൻ ടു വെർജിനിറ്റി എന്നുള്ള ഈ ആത്മീയ ജീവിതാവസ്ഥ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ നമ്മുടെ രൂപതയുടെ ചരിത്രമായി മാറുന്ന ഈ ഒരു അനുഗ്രഹീത മുഹൂർത്തത്തിലേക്ക് ജോമോളിനെ സ്വാഗതം ചെയ്യുന്ന, ജോമോളോട് നന്ദി പറയുന്ന ജോമോളിലെ പേരൻസിനെയും ബന്ധുക്കളെയും പ്രത്യേകം സഭയുടെ നാമത്തിൽ നന്ദി പറയുന്നു. പ്രത്യേകമായിട്ടും കൃപാസനത്തിൻ്റെ ശുശ്രൂഷയിലൂടെയാണ് ജോമോളുടെ ആത്മീയത വളർന്നതും ഈ സമർപ്പണത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും കൃപാസനത്തിലും മറ്റെല്ലാ ശുശ്രൂഷകർക്കും ഞാൻ പ്രത്യേകം നന്ദിയും അതുപോലെ തന്നെ ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സമർപ്പണത്തിന് യു ചോസ് എ ബ്യൂട്ടിഫുൾ ഡേ, റൈറ്റ്. ജോമോൾക്ക് തിരിച്ചറിവില്ലാത്ത കുട്ടിയൊന്നുമല്ല. ജോമോൾ ആർക്കും നേടാവുന്ന വിദ്യാഭ്യാസം നേടി. അതുപോലെ തന്നെ സെമിനാരിയിലെ പരിശീലനത്തിന് പോയില്ലെങ്കിലും സെമിനാരിൽ നൽകപ്പെടുന്ന ബിരുദവും ഇപ്പോൾ ബിബ്ലിക്കൽ തിയോളജിയിൽ തന്നെ ഒരു ബിരുദാനന്തര ബിരുദം ഒരു സെമിനാരിലൊക്കെ പോയി പഠിപ്പിക്കാൻ പറ്റുന്ന ക്വാളിഫിക്കേഷനിലേക്ക് തന്നെ ഒരുക്കുകയും ചെയ്യുന്ന മിടുക്കത്തിയായ ഒരു കുട്ടിയാണ്. I want to talk to you on this day very beautifully. You have been now possessed. നീ സ്വന്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തു മണവാളനായിട്ട് സ്വന്തമാക്കുന്നതിനെയാണ് ഇതിൻ്റെ രഹസ്യം. അങ്ങനെ ആത്മീയ മണവാളനായിട്ട് when you are being possessed by Christ, ഇതിൻ്റെ എല്ലാ മാനങ്ങളെപ്പറ്റിയും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ 3 ചെറിയ കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവ് 3 തലങ്ങളിലാണ് ജോമോളിനെ പൊസസ് ചെയ്യുക. ഫസ്റ്റ്, ഹി ഈസ് ടേക്കിംഗ് പൊസഷൻ ഓഫ് യുവർ ബോഡി ബിക്കോസ് നൗ യു ആർ കോൺസെക്രേറ്റിംഗ് ടു ക്രൈസ്റ്റ് ഹു ഈസ് യുവർ സ്പിരിച്വൽ ബ്രൈഡ് ഗ്രൂം. ഈ ശരീരത്തെ കർത്താവ് സ്വന്തമാക്കുമ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ ശരീരമായിട്ട് നീ ഐക്യപ്പെടണം. ആ ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും മഹനീയമായ രൂപം സ്വന്തം ക്രോസ്.
So by possessing you bodily, he is giving you his cup of suffering. Embrace the crucified. ജോമോള് ധരിക്കുന്ന മെഡലിൽ മാതാവിനെയാണ് ഈശോയുടെ, അത് കുരിശിൻ്റെ ചുവട് പറഞ്ഞു. അത് കൺവേർഷൻ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് മാർഗരറ്റിൻ്റെയും സ്വാധീനമാണെന്നൊക്കെ ഞാനതിന് പറഞ്ഞു. പക്ഷേ ഇറ്റ്സ് യുവർ ചോയ്സ് ടു സ്റ്റേ വിത്ത് ദ ക്രൂസിഫൈഡ്. എൻ്റെ ബോഡി കർത്താവിനുള്ളതാണ്, ഭർത്താവിനുള്ളതാണ് എന്നതിൻ്റെ സമർപ്പണത്തിൻ്റെ ഏറ്റവും മനോഹാരിത, സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ വിപ്ലവം ആ ശരീരത്തിൽ വിളഞ്ഞു നിൽക്കുന്നത് ഈശോയുടെ കുരിശുമരണത്തിലാണ്. അതുകൊണ്ട് നിൻ്റെ ശരീരത്തെ കർത്താവ് സ്വന്തമാക്കുന്നത് കർത്താവിൻ്റെ കുരിശുരൂപമായിട്ട് അനുരൂപപ്പെടുവാനായിട്ട് അതിൻ്റെ ത്യാഗമെല്ലാം അനുഷ്ഠിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിലല്ല ഇത് സ്വാധീനം. പഴയ നിയമത്തിൽ ഒരാളോട് മാത്രമേ കർത്താവ് ബ്രഹ്മചര്യം ആവശ്യപ്പെട്ടുള്ളത്, ജെറമിയയോട്. നേരെ മറിച്ചാണ് പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ. വിവാഹം കഴിക്കാതിരിക്കുന്നവർ ശപിക്കപ്പെട്ടവരെന്നതാണ് പാരമ്പര്യം. കാര്യം പെരുകി വർദ്ധിച്ച് സന്താനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രഥമ കൽപ്പനയുടെ ലംഘനമാണ് ബ്രഹ്മചര്യം. അപ്പോൾ അതിനെ ഒരു ആത്മീയാർത്ഥമാക്കി മാറുന്നത് പുതിയ നിയമമാണ്, ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന നിലയിൽ. അതുകൊണ്ട് യു കനോട്ട് ഡ്രോ മച്ച് ഫ്രം ദ പാസ്റ്റ്, മീൻസ് സാധാരണ ജീവിതത്തിൽ നിന്ന്, ലോകത്തിൽ നിന്നല്ല, ബട്ട് ഫ്രം ദ ഫ്യൂച്ചർ, ദ കിങ്ഡം ഓഫ് ക്രൈസ്റ്റ്. അപ്പം അതിനോട് ബന്ധപ്പെടുത്തിയാണ് ബ്രഹ്മചര്യം സ്വീകരിക്കുന്നത്. കൊണ്ട് ഈശോയുടെ കുരിശുരൂപമാണ്, ക്രൂശിതനായ ക്രിസ്തുവാണ് നിൻ്റെ മണവാളൻ, ശരീരത്തിൻ്റെ മണവാളൻ എന്ന് ഓർക്കണം. ഈസ് ഓൾസോ ഇൻവൈഡിങ് യുവർ മൈൻഡ്, ഹൃദയത്തെയും അവിടുന്ന് സ്വന്തമാക്കണം. സോ യുവർ പാഷൻ ഫോർ ക്രൈസ്റ്റ്, എസ്പെഷ്യലി ഇന്ന് നമ്മൾ തന്നെ വായിച്ച ഹോസയുടെ ഓർമ്മപ്പെടുത്തൽ, ഐ വിൽ ബിട്രോത്ത് യു ഫോർ എവർ ഇൻ ലവ്, ഇൻ മെർസി, ഇൻ കമ്പാഷൻ, ഇൻ ഹസത്ത്, സ്റ്റഡ്ഫാസ്റ്റ് ലവ്. അങ്ങനെ പോകുന്ന എന്തെല്ലാം ഒരു ആത്മീയ പുണ്യങ്ങളാവുന്ന അതൊക്കെയാണ് മനസ്സിൽ ദൈവം നിന്നെ സ്വന്തമാക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് നിനക്കുണ്ടാകുന്നു എന്ന് പറയും. നാം ഒരു വിവാഹത്തിൽ ഐക്യപ്പെടുന്നത് ശരീരത്തിൽ മാത്രമല്ല, ഹൃദയം കൊണ്ടാണ്. രണ്ട് സുഹൃതങ്ങൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് സെൻസ് ഓഫ് ട്രാൻസെൻഡൻസ്. ഇന്ന് വിശുദ്ധ അഗസ്തീനോസ് മാതാവിനെ പറ്റി പറയുന്നത് പോലെ, ബൈ ഫെയ്ത്ത് ഷീ ബിലീവ്ഡ്, ബൈ ഫെയ്ത്ത് ഷീ ബെഗോട്ട്. വിശ്വാസത്തിലൂടെ അവൾ വിശ്വസിച്ചു. ഇതിനും വിശ്വസിക്കുന്നതിന് തന്നെ വിശ്വാസം വേണം. അപ്പം അത് ഈ സെൻസിൽ ഒരു ട്രാൻസെൻഡൻസ് എപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരു മാനദണ്ഡം, അതിൻ്റെ റെഫറൻസ് പോയിൻറ്റ് ഈസ് നോട്ട് ദ വേൾഡ്, ഈസ് നോട്ട് വൺ സെൽഫ്, ഈസ് നോട്ട് ദ പവർ, ഈസ് നോട്ട് ദ ഗ്ലാമർ. ദ റെഫറൻസ് പോയിൻറ്റ് ഈസ് ദ ട്രാൻസെൻഡൻസ്, ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിലേക്കുള്ള റെഫറൻസ് പോയിൻറ്റ് നിരന്തരം ഉണ്ടാകുന്നതാണ് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രകാശനം കമ്പാഷനേറ്റ് ഹാർട്ടാണ്. ഹൂവർ ഈസ് കോൺസെക്രേറ്റഡ് ക്രൈസ്റ്റ് ഈസ് കമ്പാഷനേറ്റ്. ഈ രണ്ട് പോയിൻ്റ്, ട്രാൻസെൻഡൻസ് ആൻഡ് കമ്പാഷൻ, ആർ ദ മാർക്സ് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് പൊസസിങ് യു, യുവർ മൈൻഡ്, യുവർ ഹാർട്ട്. മറ്റൊന്നുകൂടിയുണ്ട്, അത് കർത്താവിൻ്റെ അനുഗ്രഹം ഈ ഒരു ഇതിലൂടെ അവിടത്തേക്ക് സ്വന്തമാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ഇൻ്റലിജൻസ്, ദ ഫാക്കൽറ്റി ഓഫ് തിങ്കിങ്, എസ്പെഷ്യലി യു ആർ എ സ്കോളർ. അപ്പോൾ ഈ ജയിച്ചുകൊണ്ടിരുന്ന ലൈസൻസ് നടത്തി, യു ഹാവ് ടു ഗോ ഫോർ PhD ആൻഡ് ഐ വാണ്ട് യു ടു ബി എ ടീച്ചർ ഇൻ വെരി ഫ്യൂച്ചർ ടൈം. സോ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റിയുടെ ഏറ്റവും വലിയ പ്രകാശം ദ ട്രൂത്ത്, സത്യമാണ്. അവിടെ തന്നെ പറഞ്ഞിട്ടോ, ഞാൻ വഴിയും സത്യമാണ്, ഞാനാണ് സത്യം. ക്രിസ്തുവിനായി ത്യാഗപൂർവം ശരീരം സമർപ്പിച്ചു. മനസ്സ് ട്രാൻസെൻഡൻസ് കൊണ്ടും കമ്പാഷനേറ്റ് കൊണ്ടും നമ്മളെപ്പോഴും സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മിലേക്ക് ദൈവം റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രൂത്ത് ഓഫ് ക്രൈസ്റ്റ്. എൻ്റെ സഭ അത് പറയുന്നുണ്ട്. സഭ ഏറ്റവും ജ്ഞാനതയായി കാണുന്നത് ഒരു മിസ്റ്റിക്കിനെയാണ്. ദൈവത്തിൻ്റെ ഇരിക്കുന്നവരിലൂടെ നൽകപ്പെടുന്ന വിശുദ്ധം. കൃപാസനത്തിലെ ശുശ്രൂഷയിലൂടെ നമ്മൾക്കത് പരിചയമുള്ളതാണ്. ഈ അനേകം പലതും ഒരു ആത്മീയ സത്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നത് വെളിപാടിലൂടെയാണ്. അത് ബുദ്ധിയുടെ പ്രകാശനമാണ്. വെളിച്ചപ്പാട് പോലെ അങ്ങനെയുള്ള കാര്യത്തിലല്ല. വെളിപാട് ബുദ്ധിയുടെ പ്രകാശനമാണ്. നമ്മുടെ ബുദ്ധിയുടെ തേടുന്നത് സത്യമാണ്. ആ സത്യം നമുക്ക് പ്രകാശപ്പെട്ട് കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ സത്യവും ഏറ്റവും വലിയ ജ്ഞാനവും ദൈവിക രഹസ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ സത്യം. ഈശോയുടെ പെസഹ രഹസ്യമാണ് നമ്മുടെ ആത്മാവ് തേടുന്ന സമ്പൂർണ്ണമായ ജ്ഞാനം, മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെ രഹസ്യം. അത് നമ്മുടെ ബുദ്ധിക്ക് ദൈവം ഇങ്ങനെ സ്വന്തമാക്കുന്ന വഴി, ക്രിസ്തു സ്വന്തമാക്കുന്ന വഴി അതിനാൽ പ്രകാശിതയാവും.
എവരി കോൺസെക്രേറ്റ് വെർജിൻ ഈസ് ഇല്യൂമിൻഡ് ബൈ ദ പാസ്കൽ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്. അത് ബാപ്റ്റിസത്തിൻ്റെ തുടക്കമാണ്. ജ്ഞാനസ്നാനത്തിലെ കർത്താവ് നമ്മൾ ശിരസിലാണ് ഒഴിക്കുന്നതെങ്കിലും ജ്ഞാനസ്നാനത്തിൽ കർത്താവ് നമ്മെ ഹൃദയജലം കൊണ്ട് ശുദ്ധീകരിച്ചതുപോലെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു. സോ ദിസ് പരിശുദ്ധ കന്യാമറിയത്തെ വിശേഷിപ്പിക്കുന്നത് പോലെ ദ സീറ്റ് ഓഫ് വിസ്ഡം, ഷീസ് ദ ജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. ഈ സമർപ്പണം ഒരു ജ്ഞാനത്തിൻ്റെ ഉറവിടത്തിലേക്കാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിലെ ത്യാഗത്തിൽ അനുഷ്ഠിക്കുന്നവ ഹൃദയത്തിൻ്റെ നന്മയായിട്ട് മാറുന്ന അനുകമ്പയും ഈ ട്രാൻസെൻഡൻസും ഒരു ദൈവവിചാരവും ഭാവിയിലേക്കുള്ള നിത്യതയിലേക്കുള്ള ഒരു നോട്ടവും അതിലൂടെ ലഭിക്കുന്ന സത്യത്തിൻ്റെ പ്രകാശനവും. ദിസ് ഇസ് ദ സീക്രട്ട് ഓഫ് ലിവിങ് യുവർ കോൺസെക്രേറ്റഡ് ലൈഫ്. അതിന് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രയും നാൾ കർത്താവ് ഒരുക്കി സുദീർഘമായ വർഷങ്ങൾ യൗവനം സമ്പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി ജീവിച്ചു. കഴിഞ്ഞ 10-15 വർഷമായിട്ട് കൃപാസനത്തിലൂടെ തന്നെ ഈ ഒരു ആത്മീയ സരണി പിഞ്ചുന്നു. ഇന്നിപ്പോൾ സർവസ്വതന്ത്രയായിട്ട് കർത്താവിന് വേണ്ടി സമർപ്പിക്കാം. അപ്പോൾ ഈ അനുഗ്രഹത്തിലേക്ക് കൃപാപുരം കടന്നു വരിക. ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ഈ തിരഞ്ഞെടുത്ത ദിനം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഈ തിരുനാൾ സഭയിലെ പ്രസൻറ്റേഷൻ ഓഫ് അവർ ലേഡി തുടങ്ങാനായിട്ടുള്ളതിൻ്റെ കാരണം ജെറുസലേത്തിൽ കന്യാമാതാവിൻ്റെ പേരിൽ സ്ഥാപിച്ച ഒരു പള്ളിയുടെ ഡെഡിക്കേഷൻ ഡേ ആണിന്ന്, 570-നോടനുബന്ധിച്ച്. അത് പിന്നീട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സമർപ്പണ തിരുനാളായിട്ട് മാറി. ഏതായാലും അത് നല്ലൊരു ഓർമ്മപ്പെടുത്തലാണ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ക്രൈസ്റ്റ് എന്ന് നമ്മൾ മോർണിംഗ് പ്രയറിൽ പാടും. മേരി ദ ടെമ്പിൾ ഓഫ് ക്രൈസ്റ്റ്. മാതാവാണ് ക്രിസ്തുവിൻ്റെ ദേവാലയം. അതുകൊണ്ട് ഈശോ ആവുന്ന ഈ വസിക്കുന്ന ശരീരമായി, മനസ്സായി, ഹൃദയമായി, എല്ലാറ്റിലുപരി ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം ചുമലിൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആശംസയോടും കൂടി I invite you. God bless you. Are you resolved to persevere to the end of your days in the holy state of virginity in the service of God and His Church? Amen. Are you resolved to follow Christ in the spirit of the gospel, that your whole life may be a faithful witness to God's love and a convincing sign of the kingdom of heaven? Amen. Are you resolved to accept solemn consecration as a bride of our Lord Jesus Christ, the Son of God? Amen. Thanks be to God. Let us pray to God the Almighty Father through His Son, our Lord Jesus Christ, that by the intercession of the Blessed Virgin Mary and of all the saints, He will pour out the Holy Spirit of His love on this His servant, whom He has chosen to be consecrated to His service. Lord have mercy. Lord have mercy. Christ have mercy. Lord have mercy. Holy Mary, pray for us. Holy Mother of God, most honored of all virgins, pray for us. Saint Michael, pray for us. Holy angels of God, pray for us. Saint John the Baptist, pray for us. Saint Joseph, pray for us. Saint Peter and Saint Paul, pray for us. Saint John, pray for us. Saint Mary Magdalene, Christ graciously hear us. Christ graciously hear us.
Lord, hear the prayers of your church. Look with favor on your handmaid, whom you have called in your love. Set her on the way of eternal salvation. May she seek only what is pleasing to you and fulfill it with watchful care. Through Christ our Lord. Amen. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. Father, receive my resolution to follow Christ in a life of perfect chastity, which with God's help I here profess before you and God's holy people. Loving Father, chaste bodies are your temple. You delight in sinless hearts. Our nature was corrupted when the devil deceived our first parents, but you have restored it in Christ. He is your word through whom all things were made. He has made our nature whole again And made it possible for mortal people to reflect the life of angels. Lord, look with favor on your handmaid. She places in your hands her resolve to live in chastity. You prompt her in this her intention. Now she gives you her heart. Only you can kindle this flame of love and feed its brightness, giving strength and perseverance to our will. Without you, our flesh is weak, bound by the law of nature, free with false freedom, imprisoned by habit, softened by the spirit of the age. You have poured out your grace upon all peoples. You have adopted us heirs of the new covenant, sons and daughters from every nation under heaven, countless as the stars. Your children are born not of human birth, nor of man's desire, but of your spirit. Among your many gifts, you give to some the grace of virginity. Yet the honor of the marriage is in no way lessened, as it was in the beginning. Your first blessing still remains upon this holy union. Yet your loving wisdom chooses those who make the sacrifice of marriage for the sake of love of which it is a sign. They renounce the joys of human marriage, but cherish all that it foreshadows. Those who choose chastity have looked upon the face of Christ in its origin and inspiration. They give themselves wholly to Christ, the Son of the Virgin Mary, and the heavenly bridegroom of those who in his honor dedicate themselves to lasting virginity. Lord, protect those who seek your help. They desire to be strengthened by your blessing and consecration. Defend them from the cunning and deceit of the enemy. Keep them vigilant and on their guard. May nothing tarnish the glory of perfect virginity or the vocation of purity which is shared by those who are married. Through the gift of your Spirit, Lord, give her modesty with right judgment, kindness with true wisdom, gentleness with the strength of character, freedom with the grace of chastity. Give her the warmth of love to love you above all others. Make her life deserve our praise without seeking to be praised. May she give you glory by holiness of action and purity of heart. May she love you and fear you. May she love you and serve you. Be yourself her glory, her joy, her whole desire. Be her comfort in sorrow, her wisdom in perplexity, her protection in the midst of injustice, her patience in adversity, her riches in poverty, her food in fasting, her remedy in time of sickness. She has chosen you above all things. May she find all things in possessing you. We ask this through our Lord Jesus Christ, your Son, who lives and reigns with you in the unity of the Holy Spirit, one God forever and ever. Amen. Dearest daughter, receive the veil and the ring that are the insignia of your consecration. Keep sustained your fidelity to your bridegroom, and never forget that you are bound to the service of Christ's body, the church. To you, O Lord, I lift my soul. Come and rescue me, for you are my refuge and my strength. Receive the ring that marks you as bride of Christ. Keep you unstained your fidelity to your bridegroom, that you may be one day to be admitted to the wedding feast of everlasting joy. Amen.
receive the book of the Liturgy of the Hours, the prayer of the Church. May the praise of our Heavenly Father be always be on your lips. Pray without ceasing for the salvation of the world. Amen. Damnation. I am espoused to him whom the angels serve. Sun and moon stand and wonder at his glory. All to Jesus I surrender. All to him I freely give. I will ever love and trust him, in his presence daily live. I surrender all. I surrender all to thee, my blessed Savior. I surrender all. ഏശയ്യാ 42:7 അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഇത് കൃതജ്ഞതയുടെ സമയം എന്നതിനേക്കാൾ ദൈവപിതാവിന് മഹത്വം നൽകാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. കൃപാസനമെന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ മണ്ണിലേക്ക് എന്നെ വിളിച്ച ദൈവപിതാവിനും എന്നെ നാളിതുവരെ കൈപിടിച്ച് നടത്തിയ ദൈവമാതാവിനും യൗസി പിതാവിനും വെനറബിൾ പോപ്പ് വയസ് 12നും ഇടവക മധ്യസ്ഥയായ കൊച്ചുത്രേസ്യ പെൺവതിക്കും പ്രത്യേകം നന്ദി പറയുന്നു. നവംബർ 7 എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിനമാണ്. അന്നാണ് അഭിമന്യ ജെയിംസ് പിതാവ് എന്നെ വിളിച്ച് കൺഗ്രാജുലേഷൻസ് അപ്പോസ്തോലിക് ന്യൂൻഷേച്ചറിൻ്റെ കത്ത് കിട്ടി എന്ന് ഫോണിൽ വിളിച്ച് പറയുന്നത്. അഭിമന്യ ജെയിംസ് പിതാവാണ് എൻ്റെ ഈ സമർപ്പണ ജീവിതയാത്ര ദൈവപിതാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലമണിയിക്കാനുള്ള ആദ്യ നടപടിയെടുത്തത്. അഭിമന്യ പിതാവിൻ്റെ നാളിതുവരെയുള്ള എല്ലാ പിതൃവാത്സല്യത്തിനും സ്നേഹത്തിനും സംരക്ഷണത്തിനും നിർദ്ദേശങ്ങൾക്കും ഏറെ പ്രത്യേകമായിട്ട് ആലപ്പുഴ രൂപതയുടെ ആദ്യത്തെ കോൺസെക്രേറ്റഡ് വെർജിനായി എന്നെ ഇന്നേ ദിനം ദിവ്യബലി മധ്യേ ഉയർത്തിയതിന് ദൈവനാമത്തിൽ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. നന്ദി പിതാവേ. രണ്ടാമതായി ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ആത്മീയ പിതാവും കുമ്പസാരക്കാരനും കഴിഞ്ഞ 13 വർഷത്തിന് മുകളിലായി എൻ്റെ എല്ലാ ആത്മീയ ഭൗതിക കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടാണ്. അച്ഛൻ എന്നെ കൃപാസനത്തിൽ ഔദ്യോഗികമായി അംഗമായി എടുത്തതുകൊണ്ടാണ് ഇന്ന് ആലപ്പുഴ രൂപതയുടെ കോൺസെക്രേറ്റഡ് വെർജിൻ എന്ന പദവി എനിക്ക് ലഭിച്ചത്. 1987 കൃപാസനം ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. ഇതിനോടകം തന്നെ അച്ഛൻ 25 ലക്ഷത്തിലധികം വ്യക്തികളെ വ്യക്തിഗതമായ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എൻ്റെ ഡിഗ്രി കഴിഞ്ഞുള്ള സമയം 2012 ദൈവഹിതം ആരായാൻ ഞാനും ജോസഫ് അച്ഛൻ്റെ അടുത്ത് എത്തിയത്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ വിശുദ്ധിയുള്ള ജീവിതവും ദൈവമാതാവിനോടുള്ള അതീവ ഭക്തിയും നിത്യജീവിതത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളുമാണ് എന്നെ കൃപാസനം എൻ്റെ ദൈവവിളിയാണെന്ന തിരിച്ചറിവിലേക്ക് എത്തിച്ചത്. എന്നെ കൃപാസനത്തിൻ്റെ ആദ്യത്തെ കോൺസെക്രേറ്റഡ് വ്യക്തി ആക്കിയത്. എൻ്റെ കൃപകളെ തിരിച്ചറിഞ്ഞ് എന്നെ വളർത്തിയതിന്, കൂടെ നിർത്തിയതിന്, പരിപാലിച്ചതിന് ജോസഫ് അച്ഛൻ എന്ന ദൈവമാതാവിൻ്റെ സ്വന്തം പുരോഹിതന് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. നന്ദി അച്ഛ. ഈ യാത്രയിൽ എന്നെ രൂപതയുടെ കോൺസെക്രേറ്റഡ് വെർജിനാകാൻ പിതാവ് എൻ്റെ ഫോർമേറ്ററായി നിശ്ചയിച്ചു തന്നത്
കനോൻഷ്യസ് സഭയുടെ മുൻ മദർ ജനറലായ മദർ മാർഗ്രറ്റ് പീറ്ററാണ്. മദറിൻ്റെ നാളിതുവരെയുള്ള എല്ലാ കരുതലിനും വാത്സല്യത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാ പഠനങ്ങൾക്കും ഹൃദയംഗമായ നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ധ്യാനത്തിലൂടെ എന്നെ ശുശ്രൂഷയ്ക്കായി ഒരുക്കിയതിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കനോഷ്യത്തിലെ സഭയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ സമയം ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എൻ്റെ ഈ കോൺസെക്രേറ്റഡ് വെർജിനിയക്കുള്ള യാത്രയിൽ സഭയുടെ അക്കാഡമിക് പഠനങ്ങൾക്കുള്ള പ്രസക്തി ചെറുതല്ല. ഞാൻ തിയോളജി പഠനത്തിൽ ചേരുമ്പോൾ ജ്യോതിർഭവനിലെ പ്രസിഡൻ്റായിരുന്ന ചേന്നവേലിയിൽ നിന്നുള്ള വിൽസൺ ശ്രാമ്പിക്കൽ അച്ഛനോടും വൈസ് പ്രസിഡൻ്റായിരുന്ന ജോസഫ് മരവട്ടിക്ക് പറമ്പിൽ അച്ഛനോടും ഇപ്പോഴത്തെ സുപ്പീരിയറായ ആൻ്റണി പൊൻവളി അച്ഛനോടും സേക്രഡ് ഹാർട്ട് ഫിലോസഫി കോളേജിലെ റെക്ടറായിരുന്ന പ്രസാദ് അച്ഛനോടും അന്നത്തെ ഡീനായിരുന്ന സുപ്രിയാനസ് അച്ഛനോടും ജ്യോതിർഭവൻ കമ്മ്യൂണിറ്റിയിലെ എല്ലാ അംഗങ്ങളോടും പ്രൊഫസർമാരോടും സേക്രഡ് ഹാർട്ട് ഫിലോസഫി കോളേജിലെ എല്ലാ പ്രൊഫസർമാരോടും സർവോപരി മഞ്ഞുമൽ സഭയുടെ പ്രൊവിൻഷ്യലായ അഗസ്റ്റിൻ മുള്ളിലച്ചനോടും മുൻ പ്രൊവിൻഷ്യലായ തോമസ് മരട്ടിക്ക് പറമ്പിലച്ചനോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആലുവ പ്രസിഡന്റ് തൻ്റെ നേതൃത്വ പാഠവും കൊണ്ട് വ്യക്തിമുദ്രപിച്ച ലൂക്ക് തടത്തിലച്ചനോടും പിതൃവാത്സല്യത്തോടെ ഞങ്ങളെ നോക്കുന്ന ഞങ്ങളുടെ LTH കോർഡിനേറ്റർ ബിജോയ് മരവട്ടിക്കലച്ചനെയും PAയിലെ എല്ലാ പ്രൊഫസർമാരെയും ഈ സമയത്തിൽ ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ഒരു സെറിമണി ഇത്രയേറെ മനോഹരമാക്കാൻ കൂടെ നിന്ന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട അലക്സ് കൊച്ചിക്കാരൻ വീട്ടിലാണ്. അഭിവന്യ പിതാവ് ഔദ്യോഗികമായി ഈ കാര്യം അറിയിച്ച നാൾ മുതൽ സ്വന്തം കാര്യങ്ങളെല്ലാം മറന്ന് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവും കൊണ്ടും അത്യധ്വാനം ചെയ്ത ആളാണ് അലക്സ് അച്ഛൻ. കൃപാസനത്തിൻ്റെ സ്വന്തമായ അച്ഛന് നന്ദി പറയേണ്ട ആവശ്യമില്ല എങ്കിലും ഔപചാരികതയുടെ പേരിൽ നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു. നന്ദി അച്ഛൻ. കൃപാസനത്തിൽ മുമ്പ് താമസിച്ച് ശുശ്രൂഷ ചെയ്തു പോയിട്ടുള്ള എല്ലാ സ്പിരിച്വൽ ആനിമേറ്റർമാരെയും ഈ സമയം നന്ദിപൂർവ്വം ഓർക്കുന്നു. ഫാദർ ജോബിൻ പനക്കൽ, ഫാദർ അലക്സാണ്ടർ കൊച്ചിക്കാരൻ വീട്ടിൽ, ഫാദർ പ്രഭു ആൻ്റണി, ഫാദർ ക്ലിൻറ്റൺ ജെ സാംസൺ, ഫാദർ ജോസഫ് അൽഫോൺസ് എന്നിവരെ പ്രത്യേകമായിട്ട് ഈ സമയം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ക്ലിൻറ്റൺ അച്ഛൻ കൃപാസനത്തിലായിരിക്കുന്ന സമയം ഔദ്യോഗികമായ മീറ്റിങ്ങിൽ ഇപ്രകാരം പറയുകയുണ്ടായി: കൃപാസനത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത് അത് ഉടമ്പടിയിൽ ലഭിച്ച അത്ഭുതങ്ങളെല്ലാം മറിച്ച് ജോമോളുടെ ദൈവവിളി തന്നെയാണെന്ന് ഈ സമയം റോമിൽ ഉപരിപഠനത്തിലായിരിക്കുന്ന അച്ഛനെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള കൃപാസനത്തോട് അടുത്ത് സഹകരിക്കുന്ന ഞങ്ങളുടെ കൂരിയയിലെ എല്ലാ വൈദികരോടും കൺസൾട്ടിംഗ് ടീം അംഗങ്ങളോടും ഒപ്പം തന്നെ കോൺസെക്രേറ്റഡ് ലൈഫിൻ്റെ എപ്പിസ്കോപ്പൽ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന സൈമൺ അച്ഛനോടും എക്സഫ്യൂഷ്യോ മെമ്പേഴ്സായ ലാഡച്ചനോടും കാട്ടുങ്കൽ തയ്യൽ അച്ഛനോടും സോണി അച്ഛനോടും സന്നിഹിതരായിട്ടുള്ള രൂപതയിലെയും രൂപതയ്ക്ക് പുറത്തുള്ള എല്ലാ വൈദികരെയും ഈ സമയം ഞാൻ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് മോൺസിഞ്ഞോർ ഇന്ന് നമ്മുടെ ജോയിം പുത്തം വീട്ടിലച്ഛൻ സഹകാർമ്മനായി ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ചു. അച്ഛനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ സ്പിരിച്വൽ കൺഫസറായ ഇഗ്നീഷ്യസ് അച്ഛനെയും പ്രത്യേകം നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. കൃപാസനം ബഹു ജോസഫ് അച്ഛൻ ആരംഭിച്ചിട്ട് സ്ഥാപന കാലം മുതൽ അച്ഛൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇപ്പോഴത്തെ എല്ലാ സഹശുശ്രൂഷകർക്കും ഏറെ പ്രത്യേകമായിട്ട് ഞാൻ ഈ സമയം നന്ദി അറിയിക്കുന്നു. ഇന്ന് ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള വിജയകുമാർ സാറിനും കുടുംബത്തിനും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ ഈ കോൺസെക്രേറ്റഡ് ജേർണിയിൽ വികാരിയായിരുന്ന തോമസ് മാണിയപ്പുഴി അച്ഛൻ്റെ കാലത്താണ് കത്ത് ഞാൻ ഔദ്യോഗികമായിട്ട് അഭിവന്യ പിതാവിന് ഏൽപ്പിക്കുന്നു. അച്ഛന് പ്രത്യേക നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഒപ്പം തന്നെ മുൻ വികാരിയായിരുന്ന നെൽസൺ തൈപ്പറമ്പിൽ അച്ഛനെയും ഇപ്പോഴത്തെ വികാരി ജോസഫ് മാർഷൽ മരക്കാശ്ശേരി അച്ഛനെയും എൻ്റെ മാതൃ ഇടവകയുടെ വികാരിയായ റോക്കി ചുള്ളിക്കൽ അച്ഛനെയും ഈ സമയം ഞാൻ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. നഴ്സറി കാലം മുതൽ ഇപ്പോൾ വരെയുള്ള എൻ്റെ എല്ലാ അധ്യാപികർക്കും സഹപാഠികൾക്കും സുഹൃത്തുക്കൾക്കും ഉപകാരികൾക്കും അവരുടെ പ്രാർത്ഥനയ്ക്കും കരുതലിനും ഈ സമയം ഞാൻ പ്രത്യേകം നന്ദി പറയും. ഞാനിപ്പോൾ ആലുവയിൽ പഠനത്തിൽ ആയിരിക്കും താമസിക്കുന്ന SABS കമ്മ്യൂണിറ്റിയിലെ മദറിനോടും കുടുംബാംഗങ്ങളോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഈ സമയം അറിയിക്കുന്നു. 2012 മുതൽ എൻ്റെ ആധ്യാത്മികത യാത്രയിൽ പ്രാർത്ഥനയിൽ എനിക്ക് കൂട്ടായിരിക്കുന്ന LSDP സന്യാസ സഭാംഗമായ സിസ്റ്റർ തെരേസിനെ ഞാൻ ഈ പ്രത്യേകം നന്ദിയോടെ ഈ സമയം ഓർക്കുന്നു. CCR സന്യാസ സഭയിലെ മദറിനോടും ഹോളി ഏഞ്ചൽസ് കമ്മ്യൂണിറ്റിയിലെ എല്ലാ അംഗങ്ങളോടും വിസിറ്റേഷൻ കമ്മ്യൂണിറ്റിയിലെ എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദി ഞാനിപ്പോൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന കൃപാസന സിസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റിയിലെ എല്ലാ അംഗങ്ങളോടുമുള്ള വ്യക്തിപരമായ നന്ദിയും കടപ്പാടും ഈ സമയം അറിയിക്കുന്നു. ദൈവവിളിയിൽ എന്നെ വളർത്തിയ അപ്പച്ചനും അമ്മച്ചിക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എൻ്റെ കുഞ്ഞനുജത്തിമാർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു.
ഈ ശുശ്രൂഷ ഇത്രയേറെ മനോഹരമാക്കാൻ സഹായിച്ച ലിറ്റർജിക്ക് നേതൃത്വം നൽകിയ ജൂഡച്ചനും, കർമ്മൽസദൻ പാസ്റ്റർ സെൻറ്ററിലെ എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകിയ ക്രിസ്റ്റഫർ അച്ഛനും, കൊയറംഗങ്ങൾക്കും ശുശ്രൂഷയിൽ സഹായിച്ച അൾത്താര ശുശ്രൂഷകർക്കും, ഒപ്പം തന്നെ മീഡിയ സ്റ്റാഫിനും ഫോട്ടോഗ്രാഫേഴ്സിനും സൗണ്ട് അറേഞ്ച് ചെയ്യുന്നവരെയും ഈ ശുശ്രൂഷയ്ക്ക് പല വിധത്തിൽ സഹായിച്ച എല്ലാവരെയും ഈ സമയം ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. അവസാനമായി ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ഉടമ്പടിയെടുത്ത 20 ലക്ഷത്തോളം വരുന്ന ജനതയോടാണ്. ജാതി മതഭേദമന്യേ എനിക്ക് വേണ്ടി നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടുള്ള അനേകായിരം മക്കളുണ്ട്. അഖണ്ഡ ജപമാല ഗ്രൂപ്പുകളുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഒരിക്കൽ കൂടെ അഭിമന്യ പിതാവിൻ്റെ പൈതൃക വാത്സല്യത്തിന് ഞാൻ നന്ദി പറയുന്നു. പിതാവിനെക്കുറിച്ച് എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുന്ന സമയം എൻ്റെ മനസ്സിലോട്ട് ഓടി വരാറുള്ള വാക്ക് എപ്പിസ്കോപ്പോസ് എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. ഗ്രീക്ക് ടെർമിനോളജി അതിൻ്റെ എറ്റിമോളജിയാണ്. അതായത് ഓവർസിയർ എന്നാണ് അതിൻ്റെ അർത്ഥം. പിതാവ് കൂരിയയിൽ ഇരുന്നു കൊണ്ട്, തൻ്റെ അരമനയിൽ ഇരുന്നു കൊണ്ട് കൃപാസനത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടെ ദർശിച്ചതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് എൻ്റെ ഈ കോൺസെക്രേറ്റഡ് വെർജിൻ പദവി. പിതാവെ, എല്ലാത്തിനും നാളിതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും, സ്നേഹത്തിനും, വാത്സല്യത്തിനും, കരുതലിനും നന്ദി പറയുന്നു. കൺഗ്രാറ്റുലേഷൻസ് Jomal. Come at the center. Thank you for consecrating yourself to Christ. നമുക്ക് ഈ ദിനത്തിൽ നമ്മുടെ പ്രാർത്ഥനയോട് അക്കമ്പനി ചെയ്യുന്നു. ഇനിയും തുടർന്ന് അക്കമ്പനി ചെയ്യണം. ഈ ആരാധനാക്രമത്തിൽ ഒരു കാര്യം നിർദ്ദേശിക്കുന്നുണ്ട് പിതാവ്, ബിഷപ്പ് എല്ലാവരും ഓർമ്മിപ്പിക്കാനായിട്ടുള്ള കാര്യം, ഡോണ്ട് ടച്ച് ജോമോൾ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരാൾ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അയാളെ മറ്റൊന്നും കൊണ്ട് പ്രലോഭിപ്പിച്ച് ലോകത്തിൻ്റെ സൗന്ദര്യം കാണിച്ച് ഇതിൽ നിന്ന് പിന്മാറ്റരുതെന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷിക്കേണ്ട ഒരു സമർപ്പണമാണ് ദൈവത്തിനായിട്ട്. ഈശോയുടെ മണവാട്ടിയാണ് അവൾ. അതുകൊണ്ട് ഈ ബഹുമാനവും ആദരവും വേണം. സഭ കാനോനിക നിയമം അനുശാസിക്കുന്ന പോലെ ഇന്ന് മുതൽ ആലപ്പുഴ രൂപതയുടെ ഈ കന്യാത്ത പദവി തന്നെയാണത്. അത് സ്വീകരിക്കുന്ന വ്യക്തിയെ ഔദ്യോഗികമായിട്ട് രൂപതയുടെ അംഗമായിട്ടും അതിൻ്റെ എല്ലാ കനോനിക്കൽ സ്റ്റാറ്റ്യൂട്ട്സിലും ജോമോളുടെ പേരുണ്ടാവും. ഈ നിമിഷം മുതൽ മരണം വരെ കർത്താവിൻ്റെ സ്വന്തമാണ്. അപ്പോൾ ആ അനുഗ്രഹത്തിന് ദൈവം തിരഞ്ഞെടുത്തതിനും സ്വയം സമർപ്പിച്ചതിനും പ്രത്യേകം അനുമോദനം അറിയിക്കുന്നു. നമുക്ക് അക്കമ്പനി ചെയ്ത എല്ലാവരെയും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. The Lord be with you. With your spirit. May the Almighty Father, by His protection, keep intact the resolve He has poured into your heart to live in blessed virginity. Amen. May the Lord Jesus, who unites to Himself the hearts of the sacred virgins in a nuptial covenant, make your heart fruitful by the word that is God's word. Amen. May the Holy Spirit, who came down upon the Blessed Virgin and descending today has consecrated your heart, fire you with the seal for the service of God and the Church. Amen. Benedicatus omnipotens Deus, Pater et Filius et Spiritus Sanctus. Amen. Go in the peace of Christ. Thanks be to God. As I kneel before you, as I bow my head in prayer, ഞങ്ങൾ കൂടിയിരിക്കുന്നു. പ്രഭാഷണത്തിൻ്റെ രക്ഷിത പ്രവർത്തനം ശുശ്രൂഷ കൃത്യങ്ങളിലെ പുതിയ ഒരു ദൈവം നൽകിയതിനും വഴികാണിച്ചതിനും ചൂണ്ടിക്കാണിച്ചതിനും പരവിതാദിന്റെ ഈ സമൂഹത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നതിനും ചെയ്യുന്നതിനും അതിൻ്റെ പിതാവിനെ ക്ഷണിക്കുന്നു. അവിടുത്തെ ആത്മാവിന്റെ പേരിനെയാണ് ഞങ്ങളെ സഞ്ചാരമാകുന്നത്. ഈ ദിനം ദൈവത്തിനായി സംഭവിക്കുന്നു.
കന്യാത്വം വാഗ്ദാനം ചെയ്ത് കന്യാത്വ പദവിയിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ സഹോദരി ആത്മീയപൂർവ്വം ആശീർവദിക്കണം. സഭയ്ക്ക് നൽകുന്ന വിവിധ വാഗ്ദാനങ്ങൾ ഓരോരുത്തരെയും അവർക്ക് വളരെ കാലം ആകർഷിക്കുകയും അവിടുത്തെ ആത്മാവിനെ പവിത്രീകരിക്കുകയും അവിടുത്തെ സ്നേഹത്താൽ വശീകരിക്കുകയും ചെയ്യുന്നവർക്ക് പറയുന്നു. ഈ സ്നേഹത്തിൽ നിന്നും സന്തോഷിക്കുവാനും പരിരസിക്കുവാനും നമുക്ക് ഇടപെടുത്തണം. ക്രിസ്തുവിനെ അടുത്ത് പിൻചൊല്ലുവാനായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങളെ പവിത്രീകരിക്കുകയും എന്നതിനും അവിടുന്ന് ഐക്യപ്പെടുവാനുള്ള അനുഗ്രഹിക്കുകയും ചെയ്യണം. ഈ സുദിനത്തിൽ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങളെയും ഇതുമായിട്ടനുബന്ധിച്ചുള്ള എല്ലാ സന്തോഷ നിമിഷങ്ങളെയും ആത്മപൂർവ്വം ആസ്വദിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധനാമത്തിന്റെയും നാമത്തിൽ തന്നെ.